ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ് വളരെ വേഗത്തിൽ തന്നെ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ്. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷം എപ്പോൾ മുതൽ പ്രഗ്നൻസിയുടേതായിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകും എന്നറിയാൻ വേണ്ടിയിട്ട് ക്യൂരിയസ് ആയിട്ട് കാത്തിരിക്കുന്നവരാണ് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന എല്ലാവരും തന്നെ. അങ്ങനെ എല്ലാവരിലും ഉണ്ടാകുന്ന ഏകദേശം ഒരുപാട് ലക്ഷണങ്ങളെ പറ്റിയിട്ട് ഇതുവരെ നമ്മുടെ ചാനലിൽ വീഡിയോസ് ഉണ്ട്. ആ ലക്ഷണങ്ങളെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തിട്ട് പ്ലേലിസ്റ്റ് ഏർലി പ്രഗ്നൻസി സിംറ്റംസ് എന്നുള്ളൊരു പ്ലേലിസ്റ്റ് നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. അതിൽ പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന പ്രഗ്നൻസി ലക്ഷണം ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു താല്പര്യം കൂടുതലിനെ പറ്റിയിട്ടാണ്. ഏകദേശം എല്ലാ സ്ത്രീകൾക്കും തന്നെ, ഒട്ടുമിക്ക സ്ത്രീകൾക്കും തന്നെ പ്രഗ്നൻസിയുടേതായിട്ടുള്ള പല ലക്ഷണങ്ങളും ഉണ്ടാവാറുണ്ട്. പക്ഷേ യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഇല്ലാതെ പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്കില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. പീരിയഡ്സിന്റെ ആ ഒരു ഡേറ്റ് മിസ്സാകുന്നുണ്ടോ എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ പറയുന്ന ലക്ഷണം തുടക്കത്തിലേ പറഞ്ഞതുപോലെ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടാകുന്ന ഒരു അവസ്ഥ. ഓവുലേഷൻ നടക്കുന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അണ്ടാശയത്തിൽ നിന്ന് മൂപ്പെത്തിയിട്ടുള്ള അണ്ടം പുറത്തേക്ക് വരുന്ന ദിവസമാണ്. ഈ ഒരു സമയത്തിലോട്ട് പ്രിപ്പയർ ആകാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന ഒരു പ്രഗ്നൻസി ആ ഒരു ഓവുലേഷന്റെ ഒരു സിംറ്റമാണ് ലിബിഡോ ഇൻക്രീസ് ചെയ്യുക. അതായത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള താല്പര്യം വർദ്ധിക്കുക. ഈ താല്പര്യം വർദ്ധിക്കാനായിട്ട് രണ്ട് റീസൺസ് ഉണ്ട്. ഒന്നാമത്തേതെന്ന് പറയുന്നത് നമ്മളിൽ സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് ഉണ്ടാകുമ്പോൾ. രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ജനനേന്ദ്രിയത്തിലോട്ട് ഉണ്ടാകുമ്പോഴേക്കും. ആദ്യത്തെ ലക്ഷണം എല്ലാവർക്കും തന്നെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, സെർവിക്കൽ മ്യൂക്കസ് കൂടുതൽ പ്രൊഡക്ഷൻ. രണ്ടാമത്തെ ലക്ഷണം എല്ലാവർക്കും തന്നെ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാകും. അങ്ങനെയുള്ള ലക്ഷണം വന്നിട്ടാണ് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ആഗ്രഹം പല സ്ത്രീകളിലും ഒരു മൂർധന്യാവസ്ഥയിൽ ആ ഒരു സമയത്ത് എത്തുന്നത്. ഇതേ സെയിം മെക്കാനിസം തന്നെയാണ് ഏർലി പ്രഗ്നൻസി ലക്ഷണമായിട്ടും പല സ്ത്രീകളിലും ഉണ്ടാകുന്നത്. അതായത് പ്രഗ്നൻസിയുടെ തുടക്ക സമയങ്ങളിൽ നമ്മളിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ടും ഈസ്ട്രജൻ ഹോർമോണിന്റെയും അതുപോലെ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെയും HCG ഹോർമോണിന്റെയും ഇൻക്രീസ് കൊണ്ടും നമ്മളുടെ ഒരു സ്ത്രീ ശരീരത്തിലെ വജൈനൽ ഡിസ്ചാർജിന്റെ അളവ് കൂടാറുണ്ട്. നോർമലി വജൈനയുടെ ഒരു ക്ലീനിങ് പ്രോസസ്സ് നടക്കുമ്പോഴേക്കും നമുക്ക് വജൈനയിൽ നിന്ന് പലർക്കും തന്നെ ഒരു ജെല്ലി ടൈപ്പ് ഡിസ്ചാർജ് ഉണ്ടാവാറുണ്ട്. എന്നാൽ അതിനെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഒരു സ്ത്രീക്ക് ഉണ്ടാവുന്ന വജൈനൽ ഡിസ്ചാർജിന്റെ അളവിൽ വ്യത്യാസം വരാറുണ്ട്. നോർമലി നമുക്ക് യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ഒരു ഇച്ചിരിയൊക്കെയാണ് ക്വാണ്ടിറ്റി കാണുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രഗ്നന്റ് ആകുന്ന ഒരു സമയത്ത് നമുക്കുണ്ടാവുന്ന ഡിസ്ചാർജിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. ഇത് ചിലർക്ക് ജെല്ലി ടൈപ്പ് ഡിസ്ചാർജ് ആണെങ്കിൽ ചിലർക്ക് വാട്ടറി ആയിട്ടുള്ള സ്ലിപ്പറി ആയിട്ടുള്ള ടൈപ്പ് ഡിസ്ചാർജ് ഒക്കെ ഉണ്ടാകും. അതായത് വഴുവഴുപ്പുള്ള ടൈപ്പ് ഡിസ്ചാർജ് ഒക്കെ ഉണ്ടാകും. ഈ ഡിസ്ചാർജ് ഒക്കെ കൂടുതലായിട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള ആഗ്രഹം പല സ്ത്രീകളിലും കൂടാറുണ്ട്. രണ്ടാമത്തെ റീസൺ ആണ് പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ നോർമലി എത്രത്തോളം ഉണ്ടായിരുന്നോ അതിനേക്കാളും കൂടുതലായിട്ട് മാറാറുണ്ട്. ഇങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ട്, ഇൻക്രീസ് ആകുന്നതിന്റെ ഒരു ഭാഗമായിട്ട് നിങ്ങളുടെ ആ ഒരു ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള താല്പര്യവും കൂടും. ഈ ബ്ലഡ് സർക്കുലേഷൻ നമ്മളുടെ ഓരോ ഭാഗത്തോട്ടും ഉണ്ടാകും. പ്രഗ്നന്റ് ആകുന്ന ഒരു സമയത്ത് നമ്മുടെ യൂട്രസ്, നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഓരോ ഭാഗങ്ങൾ, അങ്ങനെ എല്ലാ ഭാഗത്തോട്ടും ഹാർട്ടിന്റെ ഒരു ബ്ലഡ് പമ്പ് ചെയ്യുന്നതിന്റെ അളവ് ഈ ഒരു സമയത്ത് കൂടാറുണ്ട്. ഇങ്ങനെയുള്ള ഒരു വ്യത്യാസം ജനനേന്ദ്രിയത്തിലും ഇത്തരത്തിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ടാണ് പല സ്ത്രീകൾക്കും ആ ഒരു ലക്ഷണം ഉണ്ടാവുന്നത്. ഇത് സെയിം മെക്കാനിസം തന്നെയായിട്ട് ഡിഫറെന്റ് ടൈപ്പായിട്ടൊരു കാറ്റഗറിയിൽ നമുക്ക് വരുന്നത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള താല്പര്യം വളരെയധികം കുറയുന്ന സ്ത്രീകളുമുണ്ട്. അതുപോലെ തന്നെ വളരെയധികം താല്പര്യം കൂടുന്ന സ്ത്രീകളുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരീരം ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ സമയത്ത് ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇംപ്ലാന്റേഷൻ ടൈം പീരീഡ് എന്ന് പറയുന്നത്, അതായത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 6 to 12 days എന്ന് പറയുന്ന ഒരു സമയം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിന് നമ്മൾ ഒരു പടി കെയർ കൊടുക്കേണ്ട ഒരു സമയമാണ്. ഈ സമയങ്ങളിൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നത് നമുക്ക് ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണെങ്കിലും ഈ സമയത്ത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നത് നല്ലൊരു കാര്യമല്ല. എസ്പെഷ്യലി പ്രഗ്നൻസിയുടെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആളുകൾ. ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് ഇംപ്ലാന്റേഷൻ ടൈമിന് നമ്മൾ കെയർ എത്രത്തോളം കൊടുക്കാനായിട്ട് സാധിക്കുമോ അത്രത്തോളം കെയർ ശരീരത്തിൽ കൊടുക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ത്രീകൾക്കും ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും യൂട്രസിൽ കോൺട്രാക്ഷൻസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്.
ഇത്തരത്തിൽ കോൺട്രാക്ഷൻസ് നിങ്ങൾക്ക് യൂട്രസിൽ ഉണ്ടാകുമ്പോഴേക്കും ഈവൻ നിങ്ങളുടെ ആ ഒരു പ്രഗ്നൻസി സക്സസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ കൂടി തന്നെയും ആ ഒരു ബ്ലഡ് സർക്കുലേഷനെ ഒന്ന് നമുക്ക് ആ ഒരു കോൺട്രാക്ഷൻ ഉണ്ടാകുമ്പോഴേക്കും പെട്ടെന്ന് എൻഡോമെട്രിയൽ ലൈനിങ് ഷെഡായിട്ട് നമുക്ക് പീരിയഡ്സ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളും ഉണ്ട്. എല്ലാവർക്കും തന്നെ ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുമെന്നല്ല, പക്ഷെ പലരുടെയും സെർവിക്സ് ഡിഫറെന്റ് ആണ്, പലരുടെയും യൂട്രസിന്റെ സ്ട്രക്ചറും ഡിഫറെന്റ് ആണ്, അതുപോലെ തന്നെ പലരുടെ ഹെൽത്ത് കണ്ടീഷനും ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ഇംപ്ലാന്റേഷൻ നടക്കുന്ന ടൈം പീരീഡിൽ നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാതിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ വരുമ്പോഴേക്കും ശരീരം നല്ല രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ധാരാളം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കുക കേട്ടോ. അങ്ങനെ നമുക്ക് എത്രത്തോളം ശരീരത്തിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ആ രീതിക്കൊക്കെ നിങ്ങൾ ശരീരത്തിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇതുപോലെ തന്നെ ഞാൻ ഈ സെയിം നമ്മളുടെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് വളരെയധികം താല്പര്യം കുറഞ്ഞു പോകുന്ന ആളുകളും ഉണ്ട്. അവരെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഓൾറെഡി നമ്മളുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ദി ചൂസ് വേൾഡ് ലോ ലിബിഡോ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അതും കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഹസ്ബൻഡ് അടുത്ത് വരുന്നത് ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്തവർ, ഹസ്ബൻഡിന്റെ സ്മെൽ ഇഷ്ടമില്ലാത്തവര്, ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാൻ യാതൊരു തരത്തിലുള്ള താല്പര്യമില്ലാത്തവരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് നമുക്ക് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ഏർലി പ്രഗ്നൻസി സ്റ്റേജിൽ വേദനയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകാം. ഈ ബുദ്ധിമുട്ടുകളൊക്കെ ടോളറേറ്റ് ചെയ്തിട്ട് പലർക്കും തന്നെ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം ഒട്ടും തന്നെ ഉണ്ടാവില്ല. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്, അവർക്ക് ഹസ്ബൻഡ് അടുത്തേക്ക് വരുമ്പോഴേക്കും അദ്ദേഹത്തിൽ നിന്നുണ്ടാവുന്ന സ്മെല്ല് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റാതെ വരിക, അതായത് സ്മെൽ അവേഴ്ഷൻ എന്നുള്ളൊരു ബുദ്ധിമുട്ട് പലർക്കും തന്നെ ഉണ്ടാവാറുണ്ട് ഈ ഒരു പ്രഗ്നൻസി സമയത്ത്. അങ്ങനെയുള്ളവരൊക്കെ ആ രീതിക്കും മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ശരീരം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇത്തരത്തിലുള്ള കമന്റ്സ്, അതായത് ഇത്തരത്തിൽ സെക്സ് റിലേറ്റഡ് ടോപ്പിക്സിനെ പറ്റി വീഡിയോസ് ചെയ്യുമ്പോഴേക്കും ചാനലിന്റെ അടിയിൽ വന്നിട്ട് ഒരുപാട് എന്താ പറയാ, പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും പെങ്ങളും ഇല്ലാത്ത ആങ്ങളമാര് വന്ന് കമന്റ് ഇടാറുണ്ട്. വളരെ വൾഗറായിട്ടുള്ള കമന്റ് ആണ്. നമ്മൾ ഒരു ദിവസം അത് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദിവസങ്ങൾ മൊത്തം ആ ഒരു കമന്റിനെ പറ്റി ആലോചിച്ച് പോകും. അങ്ങനെയുള്ള കമന്റ്സ് കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ലൈൻ വായിക്കുക. വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇത് റോങ് ആണ് ഇൻഫർമേഷൻ എന്ന് അറിയുമ്പോഴേക്കും അപ്പോൾ തന്നെ നിങ്ങൾ ആ ചാനല് റിപ്പോർട്ട് അടിച്ച് ബ്ലോക്ക്. ഈ പറഞ്ഞ 2 ലക്ഷണവും ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരുപാട് പേർക്ക് യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണവും ഇല്ലാതെ ഡേറ്റ് മിസ്സായിട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോസിറ്റീവ് റിസൾട്ട് കിട്ടിയിട്ടുള്ളവരുണ്ട്. നമ്മുടെയൊക്കെ ശരീരപ്രകൃതിയിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ കൊണ്ടാണ് അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളുള്ള വ്യത്യാസങ്ങളും ഒക്കെ കൊണ്ടാണ് ഇതുപോലെ പല പ്രഗ്നൻസി ലക്ഷണങ്ങളും നമുക്ക് ഇല്ലാതായി പോകുന്നത് കേട്ടോ. അപ്പോൾ ലക്ഷണങ്ങളില്ലെങ്കിലും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡേറ്റ് മിസ്സായിട്ട് 5 ദിവസം കഴിഞ്ഞിട്ട് രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് മാത്രം ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ബ്ലഡ് ടെസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ചെയ്യാം, ഡേറ്റ് മിസ്സായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.